നമസ്കാരം. ഓം ഓം ഓം. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 31. 26 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. രാവണൻ്റെ അനുജനായ അകമ്പനൻ ശ്രീരാമൻ്റെ യുദ്ധസാമർഥ്യത്തെപ്പറ്റിയും ദേഹസൗന്ദര്യത്തെപ്പറ്റിയുമൊക്കെ പിന്നെയും വിവരിക്കുകയാണ്. എത്ര പറഞ്ഞിട്ടും അകമ്പനന് മതിയാകുന്നില്ല. അപ്പോൾ ഇങ്ങനെ രാമനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജനസ്ഥാനത്തേക്ക് പോയി യുദ്ധം ചെയ്യാമെന്ന് രാവണൻ അറിയിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി അകമ്പനൻ രാവണനെ ഓർമ്മിപ്പിക്കുകയാണ് രാമൻ്റെ ബാഹുബലത്തെപ്പറ്റി. രാമൻ ക്രുദ്ധനായാൽ ആരാലും തോൽപ്പിക്കപ്പെടാൻ കഴിയാത്തവനാണ്. നിറഞ്ഞ് ഒഴുകുന്ന നദിയുടെ ഒഴുക്ക് പോലും ബാണങ്ങൾ കൊണ്ട് തടുത്തു നിർത്താൻ കഴിവുള്ളവനാണ്. അതുപോലെ തൻ്റെ ബാണങ്ങളെ കൊണ്ട് ലോകങ്ങളെ മുക്കുവാൻ പോലും കരുത്തനാണ്. അദ്ദേഹം ലോകങ്ങളെ സംഹരിക്കാനും വീണ്ടും ലോകത്തെ സൃഷ്ടിക്കുവാനും കഴിവുള്ളവനാണ് എന്നൊക്കെ രാവണനെ അറിയിക്കുന്നു. ശ്ലോകം 27-28. നഹി രാമോ ദശഗ്രീവ ശക്യോ ജേതും രണേ ത്വയാ രക്ഷസാം വാപി ലോകേന സർഗപാപജനൈരിവ. ശ്ലോകം 28. ന തം വധ്യമഹം മന്യേ സർവൈർദേവാസുരൈരപി അയം തസ്യ വധോപായസ്തന്മയിമൈകമനാ ശൃണു. ദശഗ്രീവ, യുദ്ധത്തിൽ രാമനെ ജയിക്കാൻ അങ്ങയ്ക്ക് ആവുമെന്ന് തോന്നുന്നില്ല. രാക്ഷസഗണത്തെ കൊണ്ടും ആവില്ല. പാപികൾക്ക് സ്വർഗത്തെ എന്ന പോലെ എല്ലാ ദേവന്മാരും അസുരന്മാരും അദ്ദേഹത്തെ വധിക്കാനാവാത്തവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തെ വധിക്കാനുള്ള ഒരേയൊരു ഉപായം ഇതൊന്നാണ്. മനസ്സ് വെച്ച് കേട്ടാലും. ശ്ലോകം 29-30. ഭാര്യാ തസ്യോത്തമാ ലോകേ സീതാ നാമ സുമധ്യമാ ശ്യാമാ സമവിഭക്താംഗീ സ്ത്രീരത്നം രത്നഭൂഷിത. നൈവ ദേവീ ന ഗന്ധർവീ നാപ്സരാ ന ച പന്നഗീ തുല്യാ സീമന്തിനീ തസ്യ മാനുഷീ തു കുതോ ഭവേത്. 29-30 ശ്ലോകങ്ങളുടെ അർത്ഥം. ലോകത്തിൽ വെച്ച് ഉത്തമയായവളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. സീത എന്നു പേരുള്ളവൾ ശ്യാമയാണ്. ഉടൽ വടിവ് തികഞ്ഞവൾ. സ്ത്രീരത്നം, രത്നഭൂഷിത. ദേവസ്ത്രീയോ ഗന്ധർവസ്ത്രീയോ അപ്സരസോ ഉരകസ്ത്രീയോ അവൾക്ക് തുല്യമായ സുന്ദരി ആവില്ല. മനുഷ്യസ്ത്രീയുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? ശ്ലോകം 31. തസ്യാപഹരഭാര്യാം ത്വം തം പ്രമഥ്യ മഹാവനേ സീതയാ രഹിതോ രാമോ ന ചൈവ ഹി ഭവിഷ്യതി. മഹാവനത്തിൽ അവരെ വേർതിരിച്ച് അവളെ അപഹരിക്കുക. സീതയോടുകൂടാതെ രാമൻ ജീവിച്ചിരിക്കില്ല. ശ്ലോകം 32. അരോചയത തദ്വാക്യം രാവണോ രക്ഷസാധിപ ചിന്തയിത്വാ മഹാബാഹുർ അകമ്പനം ഉവാചഃ. രാക്ഷസ രാജാവായ രാവണന് അവൻ പറഞ്ഞത് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. ആലോചിച്ചിട്ട് ആ മഹാബാഹു
അകമ്പനോട് പറഞ്ഞു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.